നമുക്ക് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ? ഇപ്പൊ ഇതിനകത്ത് പൈസ കിട്ടും, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. എന്റെ കഷ്ടകാലത്തിന് ആ ലാപ്പിന് ഭയങ്കര ഇതിൽ ഹാങ് ഉണ്ടായി. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരാഴ്ച കൂടുതൽ എടുക്കും. അങ്ങനെ ഇതിൽ നമുക്ക് ഇറിറ്റേഷൻ വരുമായിരുന്നു. ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം കാൺ പ്ലേ ദിസ് വീഡിയോ ഫയൽ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. നല്ല ലൈറ്റിംഗ് ഇല്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഫസ്റ്റ് വീഡിയോക്ക് തന്നെ ആ ഇട്ട സമയത്ത് 12K വ്യൂസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ 5 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതില്ലാതെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ഇപ്പോഴും ഡൗട്ടുള്ള കുറെ ആൾക്കാർ കാണും. അതായത് ഇപ്പം മീൻസ് എങ്ങനെയാണ് ഇതുവഴി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അതിനെക്കുറിച്ച് അറിയേണ്ട ആൾക്കാർ കാണും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് താഴെ അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സിന് താഴെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. പിന്നെ അത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതല്ല ചിലപ്പോൾ ഒന്ന് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതായത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ കാണും. സോ ഈ 3 കാറ്റഗറീസ് ഓഫ് ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ കൂടുതലും ഈ ഒരു ടെക്നിക്കൽ വശങ്ങളല്ലാതെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിചാരിക്കുന്നില്ല നമുക്ക് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളടുത്ത് വിളിച്ചിരുത്തി നമ്മളിപ്പോൾ ചോദിക്കാം, നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം എങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ, ഇപ്പൊ ഇതിനകത്ത് പൈസ കിട്ടും, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിക്കത്തില്ല. അപ്പം ആ ഒരു ഫ്രണ്ടിന്റെ പൊസിഷനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു തരുന്ന പോലെ എന്റെ പേഴ്സണൽ ആയിട്ടുണ്ടായ എക്സ്പീരിയൻസുകളും പിന്നെ ഞാൻ എങ്ങനെയാണ് എന്റെ ചാനൽ റൺ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നത്. കംപ്ലീറ്റ് ആയിട്ട് എന്റെ എക്സ്പീരിയൻസ് ഫുൾ ഇതിനകത്ത് പറയും. എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഒരുപാട് പേര് എന്റെ ചാനലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, നിനക്ക് പൈസ കിട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ 3 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ് യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത്, അപ്പൊ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ചാനലിൽ അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് എനിക്കിപ്പോൾ എന്റെ ചാനലിൽ എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഞാനിപ്പോൾ ആ ചാനൽ എങ്ങനെയാണ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്, അപ്പം അതിനകത്തുണ്ടായ ഡിഫക്ട്സ് എന്തൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തെ പാർട്ട് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തേർഡ് പാർട്ടിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണാമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ഒപ്പീനിയൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് അതിനുള്ള വീഡിയോസ് എല്ലാം നോക്കി നിങ്ങൾക്ക് അത് എന്റർടൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഇൻഫർമേറ്റീവ് ആയിട്ടോ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ്. ഓക്കെ, ഒരു യൂട്യൂബ് ചാനൽ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ഒരു ബിസിനസ്, നിങ്ങൾ ഒരാളൊരു ബിസിനസ് ഏൽപ്പിക്കാം, എന്നിട്ട് ഈ പറയുകയാണെങ്കിൽ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഒരു രൂപ പോലും ചെലവാക്കണ്ട, പക്ഷെ വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതായത് വരുമാനം നിങ്ങൾ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ കുറേ ലേറ്റ് ആവും, അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളായിട്ട് ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ്, പൈസയുടെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക ചെയ്യേണ്ട, ജസ്റ്റ് റൺ ചെയ്തുകൊണ്ട് മാത്രം പോയാൽ മതി. ആകെപ്പാട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സമയം മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു ബിസിനസ് ഏറ്റെടുക്കാൻ റെഡിയാവും. അതാണ് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ മാസം ഇടുന്ന വീഡിയോസ് അനുസരിച്ച് ആ ഒരു മാസം എത്ര റീച്ച് ഉണ്ടോ അതനുസരിച്ചാണ് നമുക്ക് ഈ ഇൻകം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു ബിസിനസ് ആണ്, മനസ്സിലായി. നമ്മുടെ ആ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവാണ് നമ്മളിത് കാണാനായിട്ട്. നമ്മുടെ ടൈമാണ് നമ്മളിവിടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. സോ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അങ്ങനെ ഒരു മടുത്തിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ തുടക്കത്തിലേ വരുമ്പോഴേ ഇപ്പൊ തന്നെ വന്ന് വീഡിയോ ഇട്ടാൽ അവിടെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിൽ വരികയേ ചെയ്തത്. എന്ത് കാര്യത്തിന് അതിൻ്റെതായ കഷ്ടപ്പാടെല്ലാം ഉണ്ട്. അതിപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ പോലും ചുമ്മാ ഷൂട്ട് ചെയ്തിട്ടാൽ പോരെ എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. അത് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഉൾപ്പെടെ ഫുള്ള് പണിയുള്ള കാര്യമാണ്. ഒരുപാട് നമ്മുടെ സമയം പോകും. അപ്പൊ അങ്ങനെ സമയം പോവുകയും ചെയ്യുന്നു, തിരിച്ചു റിട്ടേൺ കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മൾ മടുത്തിട്ട് പോകുന്ന സ്റ്റേജ് ഉണ്ടാവരുത്. ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഒരു 9 to 5 ജോബ് പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയമാക്കി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ജോബ് പോലെ തന്നെ കൊണ്ടുപോകാം.
അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് യൂട്യൂബ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. കാരണം ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അവർക്ക് ചിലപ്പോൾ ഓൾറെഡി ചെയ്ത് നല്ലൊരു റീച്ച് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പം ചുമ്മാ ചെറിയ എന്തെങ്കിലും ഷോർട്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് ഒരുപാട് വ്യൂസ് കിട്ടും. അവിടെ ആയിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ദിവസം മൊത്തം എടുത്ത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും, ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ അത്രയും വ്യൂസ് കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിരാശപ്പെട്ട് പോകരുത്. നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനെങ്കിൽ മാത്രം യൂട്യൂബിലോട്ട് വന്നാൽ മതി. ബാക്കിയുള്ളവരുടെ വ്യൂസ് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എവിടേക്ക് എത്താൻ പോകില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഫീൽഡാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പൈസ കിട്ടുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ മെയിൻ കാര്യം യൂട്യൂബ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ്, ലൈക്ക്, ഷെയർ, കമന്റ്, വാച്ച് അവർ ആണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടുന്നത് നമ്മൾ കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ആപ്പ് എത്ര നേരം ഓപ്പൺ ആയിരുന്നു, അതാണ് നമ്മുടെ പൈസയുടെ എന്താ പറയേണ്ടത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതാണ് വാച്ച് അവർ. അതായത് എത്ര മണിക്കൂർ ആ ഒരു ആപ്പ് നമ്മൾ കാരണം യൂസ് ചെയ്യപ്പെട്ടു, അത് നോക്കിയിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അതിന് ബേസിക് ആയിട്ട് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് മോണിറ്റൈസേഷൻ കണ്ടീഷൻസ് പറയുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 3000 വാച്ച് അവേഴ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ആകുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ബെനിഫിറ്റ്സ് അൺലോക്ക് ആയി കിട്ടും. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് മോണിറ്റൈസേഷൻ എലിജിബിൾ ആക്കി കിട്ടും. എലിജിബിൾ അത് ഓർത്തണം, പൈസ കിട്ടുന്നല്ല, മോണിറ്റൈസേഷൻ നിങ്ങൾ എലിജിബിൾ ആവും. അത് പൈസ കിട്ടാൻ എലിജിബിൾ ആവും. പക്ഷെ അതിനുശേഷം പിന്നെ നമ്മളുടെ വർക്കുകൾ എത്രത്തോളം റീച്ച് ആകുന്നു എന്നതനുസരിച്ചിരിക്കും നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുന്നത്. അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുമ്പോഴേ ആർക്കും പൈസ കിട്ടി തുടങ്ങത്തില്ല. അതിനെയും പറയുന്ന മെയിൻ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് വേണം വരാനായിട്ട്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ട് കുറെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ സിമ്പിൾ ആണെന്ന് വിചാരിച്ച് യൂട്യൂബിൽ വന്നിട്ട് കാര്യമേ ഇല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ വരുത്താൻ സാധ്യതയുള്ള മിക്ക മിസ്റ്റേക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ. അതായത് അത്രത്തോളം മിസ്റ്റേക്സ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.25 വർഷം ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാളെടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ 680 എന്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഈ 1.25 വർഷം എടുത്തിട്ടും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയുള്ളൂ എന്ന് കുറെ പേര് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാനും അതിന് ചിന്തിക്കുമ്പം അതിന്റെ കാരണം, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. കാരണം അതിന് ഒരു 5 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ 5 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഈ 5 കാര്യങ്ങൾ കാരണമാണ് എന്റെ ചാനലിനകത്ത് എനിക്കിപ്പോൾ ഒരു 1.25 വർഷമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഈ 5 കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് നേരത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായേനെ. ഇപ്പം അത് ആവാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 റീസൺസ് ആണ്. അത് ഞാനിപ്പം ആദ്യമൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു മാസം ഒരിക്കൽ ഒരു കണ്ടന്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന ലോങ് വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്നോളായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഇനി തൊട്ട് എനിക്ക് ഒരു ആഴ്ച 2 വീഡിയോ ഇടാനാണ് എന്റെ പ്ലാൻ. അപ്പൊ അതേപോലെ പിന്നെ ഞാനത് കൂട്ടി കൊണ്ടുവരും. നിങ്ങളും അതേപോലെ മാക്സിമം ഒരു മാസം ഒരു 10-15 വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ കൂടും. ആ വീഡിയോസും പ്രത്യേകിച്ച് ഷോർട്ട് വീഡിയോസ് എത്രത്തോളം ഇടാൻ പറ്റും അത്രത്തോളം ഇടണം. അതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. ഷോർട്ട് വീഡിയോസിനൊന്നും ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നേ ഇല്ല. ഷോർട്ട് വീഡിയോസ് നമ്മൾ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാൻ ഇതിനേക്കാളും വലിയ വഴിയില്ല. വാച്ച് അവർ ഒന്നും കൂടത്തില്ല. വാച്ച് അവർ കൂടി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോസ് തന്നെ വേണം. അല്ലാതെ ഷോർട്ട് വ്യൂസ് മാത്രം നമുക്ക് കൂടുതലും പറ്റില്ല. ഷോർട്ട് വ്യൂസ് നമുക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ 10 മില്യൺ ആണ്. 10 മില്യൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പരിവാകും നമ്മൾ, അല്ലെങ്കിൽ അത്രയ്ക്ക് റീച്ച് ആവണം. അതിനേക്കാൾ കൂടുതൽ പേരും വാച്ച് അവർ കൂട്ടിയിട്ടായിരിക്കും ഇതിനെ ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് മെയിനായിട്ട് നോക്കുന്നത്. എഡിറ്റിങ്ങും സ്റ്റോറേജും. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് യൂട്യൂബ് ചാനലിനകത്ത്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളിത് ചിന്തിക്കത്തില്ല. ചിലർ ചിന്തിക്കത്തില്ല, ചിലർ ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഞാനിതൊന്നും ചിന്തിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ, എഡിറ്റ് ചെയ്യുന്നതിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത് എഡിറ്റിങ്ങിനാണ്. എഡിറ്റിംഗ് നമ്മൾ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്താൽ മാത്രമേ ഒരു വീഡിയോ ആൾക്കാർ കണ്ടിരിക്കത്തുള്ളൂ. ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പം നമ്മളത് എത്രത്തോളം സമയം എടുത്ത് എഡിറ്റ് ചെയ്യുന്നു, എത്രത്തോളം അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. ആ ക്യാപ്കട്ട് പറഞ്ഞ ആപ്പിനകത്ത് എഡിറ്റ് ചെയ്യുന്നു, മിക്ക അതിനകത്തായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ആപ്പിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ കഷ്ടകാലത്തിന് ആ ലാപ്പിന് ഭയങ്കര രീതിയിൽ ഹാങ് ഉണ്ടായി. അതായത് ക്യാപ്കട്ട് എന്നുള്ള സംഭവം നമുക്ക് VPN ഇട്ടാൽ മാത്രം നല്ലോണം വർക്ക് ആവത്തുള്ളൂ. VPN കൂടി ഇട്ടുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ ഹാങ് ആവാൻ തുടങ്ങി. അപ്പൊ ആ ഹാങ് ഉള്ള ലാപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ലാസ്റ്റ് വീഡിയോ ഒഴിച്ച് ബാക്കി എല്ലാ വീഡിയോസും ഞാൻ അതിലാണ് എഡിറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരാഴ്ച കൂടുതൽ എടുക്കും. അത്ര സമയം എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മളൊരു പകുതിയോളം നമുക്ക് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മനസ്സേ പോയി കിട്ടും. കാരണം നമ്മുടെ സമയം മൊത്തം എഡിറ്റിങ്ങിനാണ് പോകുന്നത്. അത്രത്തോളം ലാഗാ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടാനായിട്ട് നമുക്കൊരു തോന്നത്തതേ ഇല്ല. എന്നിട്ടും ഞാൻ കുറേയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു എന്തായാലും എല്ലാവരും കഷ്ടപ്പാടൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ അതിനുവേണ്ടി കുറെ നമ്മളിങ്ങനെ സമയം അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇപ്പൊ അതിനൊരു സൊല്യൂഷനായി. ഇപ്പൊ ഞാനിപ്പോ ഈ കണ്ടന്റ്സ് ഒക്കെ നോക്കുന്നതിലാണ് ഞങ്ങളൊരു ടാബ് വാങ്ങിച്ചു. ഭയങ്കര റിലീഫ് എന്ന് വെച്ചാൽ ഭയങ്കര റിലീഫ്. ഇതിനിപ്പം അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്തതാണ്. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം എനിക്ക് തീർക്കാൻ പറ്റി. അത് ഞാൻ ആ ദിവസം ഫുൾ എടുത്തില്ല, കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത്. എന്നിട്ട് പോലും എനിക്ക് പെട്ടെന്ന് അത്ര നേരത്തിനുള്ളിൽ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പൊ അതെനിക്കൊരു ഭയങ്കര റിലീഫ്. അപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നിങ്ങൾ പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങുന്ന ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു. എനിക്കൊക്കെ ഭയങ്കര ഇതിൽ നമുക്ക് ഇറിറ്റേഷൻ വരുമായിരുന്നു. നമുക്ക് അപ്പം പിന്നെ ഒരു നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം റിലീഫ് ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അത് തന്നെ ഒരു പ്രചോദനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ സ്റ്റോറേജ്, ഫോണിൽ സ്റ്റോറേജ് ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം ഫോണിൽ ഓൾറെഡി 120 GB സ്റ്റോറേജ് ഉള്ള ഒരു ഫോണായിരുന്നു. പക്ഷെ അതിന്റെ കൂടുതൽ നമ്മളിപ്പം ഒരു SD കാർഡ് ആഡ് ചെയ്തു. ആ 120 GB സ്റ്റോറേജ് ഒക്കെ കഴിഞ്ഞു. SD കാർഡ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് ആ SD കാർഡിന് കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം കാൺ പ്ലേ ദിസ് വീഡിയോ ഫയൽ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് നമ്മുടെ കൺമുമ്പിൽ ആ വീഡിയോ ഫുൾ ഇനി ഇല്ല, ഒരു രീതി അതിനെ റിക്കവറി എടുക്കുന്ന ഒരു വഴി ഇല്ലെന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടാബ് വാങ്ങിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. 256 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പതുക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ആദ്യം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല ലൈറ്റിംഗ് ഇല്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു മുറി ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത്, എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തത്. അപ്പൊ എനിക്ക് കുറെയൊക്കെ വ്യത്യാസമാണ്. അപ്പൊ നല്ല നമുക്ക് തന്നെ കോൺഫിഡൻസ്, നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിപ്പോ ഒരു വർക്ക് ചെയ്യാൻ വരുന്ന പോലൊരു ഫീൽ നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എഫേർട്ട് എടുക്കാനൊക്കെ തോന്നി തുടങ്ങി. എന്റെ വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ എപ്പോഴും ഇടുന്ന ഫസ്റ്റ് വീഡിയോ ചിലപ്പോൾ അത്രയ്ക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷെ എന്റെ വീഡിയോയ്ക്ക് ഞാൻ വീഡിയോ ഇട്ട് ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ ആ ഇട്ട സമയത്ത് 12K വ്യൂസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിന് 12K വ്യൂസ് ഉണ്ട്. ഇപ്പൊ പോലും അതിന് 20K വ്യൂസ് എങ്ങാണ്ട് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഷോർട്സ് ഒരു വീഡിയോ 40K വ്യൂസ് ആയിട്ടാണ്. അതാണ് എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന റീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കാൻ. നമ്മളിത് ഒരു ഡോക്യുമെന്റേഷൻ രീതി കാണും. നമ്മുടെ ലൈഫ് നമ്മളെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. വ്യൂസ് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ജസ്റ്റ് ലുക്ക് വാച്ച് അവേഴ്സ് മാത്രം നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിന് എത്ര വ്യൂസ് ആയെന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാറേ ഇല്ല. എത്ര വ്യൂസ് ആയിക്കോട്ടെ, ചിലപ്പം ഒരു 10 വ്യൂസ് ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു 10 പേര് ആ വീഡിയോ എത്ര സമയം കണ്ടു, എനിക്ക് വാച്ച് അവറിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ, അത് മാത്രം ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ടെക്നിക്കൽ വശമേ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഏത് കാറ്റഗറിയാണ് വീഡിയോ ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ തീരുമാനിക്കാം. എന്നിട്ട് നമ്മൾ ചാനൽ തുടങ്ങി വെക്കാം. എന്തായാലും നമുക്കറിയില്ല, ചാനലൊക്കെ തുടങ്ങി വെക്കാം. ചാനൽ തുടങ്ങുന്ന ടെക്നിക്കൽ വശങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് നിങ്ങൾ കാറ്റഗറി തീരുമാനിച്ച് വെക്കുക. എന്നിട്ട് ഒരു 10-15 വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊരു ഡിലേ വരുന്നില്ല. വീഡിയോ നിങ്ങളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഷെഡ്യൂൾ ചെയ്ത് ഇന്ന ദിവസം ഇന്ന വീഡിയോ ഇടാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഇനി അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്ത് എപ്പോഴും ഇടുന്നത് സമയം കഴിഞ്ഞു പോകുമോ, ലാഗായി പോകുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾ അത് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു ദിവസം എപ്പോഴൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, ക്ലിയർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കാം. സൺഡേയും വെനസ്ഡേയാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും സെയിം ആ സൺഡേ വെനസ്ഡേ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇന്ന് ഇവരുടെ വീഡിയോ വരും എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ. ആ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പിൽ അത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഒരു വീഡിയോയിൽ നിന്നും അതായത് ഓരോ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം വ്യൂസ് ഇട്ടിട്ടുണ്ട്, എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് മാത്രം എത്ര വാച്ച് അവർ ഇട്ടിട്ടുണ്ട്, അത് കാണുന്ന ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ് എത്രയൊക്കെയാണ്, അവർ നമ്മൾ ഈ ഒരു യൂട്യൂബ് എടുക്കുന്ന സമയം എപ്പോഴാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ അത് നോക്കിയാൽ മാത്രം നമുക്ക് എപ്പോഴൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും എങ്ങനെയൊക്കെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ആപ്പ് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറയാൻ നല്ല സ്റ്റോറേജ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം. ഒന്നെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം. നല്ല സ്റ്റോറേജ് ഉള്ളത് വേണം. അതേപോലെ നല്ലോണം എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് വേണം. അപ്പൊ ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിട്ടുപോവുകയും ചെയ്യരുത്. അതില്ലാതെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ. ഒരു വീഡിയോ മാത്രം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല. അതിന്റെ തംബ്നെയിലാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തംബ്നെയിൽ വെച്ചാൽ നമ്മുടെ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ട്. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ കാണിക്കുമ്പോൾ അവിടെ ഇപ്പൊ എന്റെ വീഡിയോ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ആദ്യം കാണിക്കുന്ന ആ പോസ്റ്റർ ഉണ്ടല്ലോ, ഇന്ന വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതിനെയാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. അത് കണ്ടിട്ടാണ് ആൾക്കാർ വീഡിയോ കാണണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സോ അപ്പൊ അത്
അല്ലാതെ നമ്മുടെ വീഡിയോ എത്ര അടിപൊളിയാണെങ്കിലും തമ്പനയിൽ മോശമാണെങ്കിൽ ആൾക്കാർ ക്ലിക്ക് പോലും ചെയ്യത്തില്ല. തമ്പനയിലിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പം കഴിഞ്ഞ ഓണത്തിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പറഞ്ഞ 20K വ്യൂസ് ആയെന്നുള്ള വീഡിയോ. അപ്പൊ ആ വീഡിയോ ഒരു 17K വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം ഓണത്തിന്. അപ്പം അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഈ വർഷം ഓണത്തിനിടയ്ക്കായിരുന്നു എക്സാം. അപ്പൊ എനിക്ക് ഈ വർഷം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയതേ ഇല്ല, സമയമില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഓൾറെഡി ഉള്ള വീഡിയോയുടെ തന്നെ തമ്പനയിലിനകത്ത് 17K എന്നൊരു ലെറ്റർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 17K എന്ന് ചുമ്മാ എഴുതി കൊടുത്തു. അപ്പൊ അത് കാണുന്നവർക്ക് അറിയുമ്പോൾ ഇത് 17K ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണെന്നൊരു ഇംപ്രഷൻ ഉണ്ടായി. എന്നിട്ട് ഞാനത് വിട്ടു, ഞാനത് നോക്കിയതേ ഇല്ല. ഓണം എല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ഓണത്തിന് മാത്രം അതിന് 2000-ൽ കൂടുതൽ വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പം അത് ആ ഒരു തമ്പനയിൽ മാത്രം ചെയ്യുന്നുണ്ടാക്കിയത്. അപ്പൊ ആ തമ്പനയിൽ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ടാക്കുന്ന ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് തമ്പനയിൽ നമ്മൾ അത്ര അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ അടുത്തത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിക്കണം. നമ്മുടെ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും തുടങ്ങിയ ഉടനെ എല്ലാവരും വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യത്തില്ല. ആദ്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫാമിലിയുടെ ഫാമിലിക്കും എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യണം. നമ്മുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പറയാതെ പറയണം, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയണം. അതിനുശേഷമാണ് നമ്മുടെ ചാനൽ കണ്ട് മനസ്സിലാക്കി സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം അതൊരു പോയിന്റ് ആണ്. നിങ്ങളൊരു ചമ്മലോ മടിയൊന്നും വിചാരിക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റ് ആണ്, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. നമ്മുടെ ചാനൽ ചിലപ്പോൾ തുടക്കത്തിൽ ഗ്രോ ഒന്നും ആവത്തില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് എന്നാണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ആ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും കാണുമ്പോൾ നമുക്കത് കൊള്ളാം എന്ന് തോന്നുമ്പോൾ കോൺഫിഡൻസ് നമുക്ക് വേണം. ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഭയങ്കര ഇതിൽ ഡീമോട്ടിവേറ്റ് ആയി പോകും. ഒരുപാട് പേരുടെ ചാനൽസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി പോകും. അങ്ങനെ ഡീമോട്ടിവേറ്റ് ആയിട്ട് പോകരുത്. നമ്മുടെ ചാനൽ നമ്മുടെയാണ്, അത് ഡിഫറെന്റ് ആണ്, ബാക്കിയുള്ളവരുടെ ചാനലിനെക്കാളും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ നോക്കുക, ബാക്കിയുള്ളവരുടെ ചാനലിലോട്ട് എത്തി നോക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. പക്ഷെ അത് ആ ഒരു ലെവൽ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് ആ വീഡിയോസ് നിങ്ങളുടെ വീഡിയോസ് പിന്നെ റീച്ചായി പൊക്കോളും. അപ്പം ആ ഒരു ലെവൽ എത്താനായിട്ടുള്ള ആ ഒരു ലെവൽ എത്തുന്നവരെ പൈസ ഒന്നും ഇല്ലാതെ ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വേണം. പിന്നെ എന്റെ ചാനൽ പൈസ ഇട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ എന്റെ ചാനലിനകത്ത് ഞാനിപ്പോൾ വാച്ച് അവേഴ്സിന്റെ കണ്ടീഷൻ, ഞാനിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 1000 ആയിട്ടില്ല. അപ്പൊ 1000 ആവണം. വാച്ച് അവേഴ്സ് 4000 വാച്ച് അവർ ആവണം. അപ്പൊ അത് 1000 വാച്ച് അവേഴ്സ് ആവാറായിട്ടേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് അത് കൂടുന്നതനുസരിച്ച് എന്റെ ചാനൽ മോണിറ്റൈസ് ആവും. മോണിറ്റൈസ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്റെ ചാനലിൽ വന്നത് പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആവശ്യമാണ്, ഇഷ്ടപ്പെടുന്ന തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമന്റും കൂടെ ചെയ്തേക്കാം. പിന്നെ എന്റെ ചാനലിലുള്ള വേറെ വീഡിയോസും കൂടെ നമ്മൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തേക്കാം. അപ്പൊ അത്ര കാര്യങ്ങൾ ചെയ്താൽ മതി, എല്ലാ സെറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.